ഹലോ ഫ്രണ്ട്സ്, പഞ്ചാബിലെ യാത്ര തുടരുകയാണ്. ഇന്ന് ഞാൻ പോകുന്നത് ജാലിയൻ വാലാബാഗ് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഓട്ടോ ചേട്ടൻ ഹോട്ടലിന് മുന്നിൽ എത്തിയായിരുന്നു. ഇന്ന് പോകാൻ ഇറങ്ങുമ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരമേ ഈ ജാലിയൻ വാലാബാഗിലേക്ക് ഉള്ളൂ. നമുക്ക് പോകുന്ന വഴിയിലുള്ള ഈ കാഴ്ചകളൊക്കെയാണിത്. അങ്ങനെ ഞങ്ങൾ ഈ ജാലിയൻ വാലാബാഗ് ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഭാഗത്തെല്ലാം യാത്ര ചെയ്തു വരുന്ന ആൾക്കാർ മഴ നനഞ്ഞ് നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പിന്നെ നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങളാണ് ചുറ്റിനും കാണാൻ സാധിച്ചത്. ഇതാ കാണുന്നതാണ് ജാലിയൻ വാലാബാഗിൻ്റെ ഒരു സ്തൂപം. അവിടെ കൊല ചെയ്യപ്പെട്ട രക്തസാക്ഷികളുടെ രൂപങ്ങളാൽ നിർമ്മിച്ച ഒരു ശില്പമാണിത്. ഇതിനടിയിലായിട്ട് ഇവിടെ കൊല ചെയ്യപ്പെട്ട രക്തസാക്ഷികളുടെ പേരൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. ഈ മൈതാനത്തിന്റെ അകത്തേക്ക് നമുക്ക് കയറി പോവാം. ഈ കയറി പോകുന്ന വഴിയില് ശില്പങ്ങൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. പഞ്ചാബിലെ അമൃത്സറിൽ ആണ് ദേശീയ ചരിത്ര സ്മാരകമായ ജാലിയൻ വാലാബാഗ് ഉള്ളത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലമാണിത്. 1919 ഏപ്രിൽ 13 ജനറൽ റെജിനാൾഡ് ഡെയറിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് പട്ടാളം നിരായുധരായ ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കുകയാണ് ഉണ്ടായത്. മൈതാനത്തിന്റെ 4 മൂലയ്ക്കായിട്ട് മ്യൂസിയം ഉണ്ട്. നമ്മൾ കയറുമ്പോൾ തന്നെ ആ മ്യൂസിയത്തിൽ ഇതിന്റെ ചരിത്രം മൊത്തം പറയുന്ന വീഡിയോ പ്ലേ ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ മൈതാനത്തിന്റെ നടുക്കായിട്ട് കാണുന്നതാണ് സ്മാരക സ്തൂപം. അപ്പൊ നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോകാം. ഈ മൈതാനത്തിന്റെ ഒരു സൈഡിലായിട്ട് കിണറുണ്ട്. ഇവിടെ നടന്ന കൂട്ടക്കൊല സമയത്ത് ആൾക്കാർ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈ കിണറിലേക്ക് എടുത്തു ചാടി എന്നാണ് പറയുന്നത്. മറ കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ്. താഴേക്ക് നോക്കിയാൽ അടിഭാഗം കാണാൻ കഴിയില്ല. ഈ മൈതാനത്തിന്റെ ഒരു മൂലയ്ക്കായിട്ട് ഒരു കെടാവിളക്ക് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ആൾക്കാർ അവിടെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഈ കണ്ടതൊക്കെയാണ് ജാലിയൻ വാലാബാഗിലെ കാഴ്ചകളൊക്കെ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു സ്ഥലത്തെ കാഴ്ചയുമായി കാണാം. താങ്ക്